രാജ്യത്തെ ഒരു സർവേലൻസ് രാഷ്ട്രം, ഒരു നിരീക്ഷണത്തിന്റെ കരിമ്പടം പുതയ്ക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ സഞ്ചാർ സാത്തി കൊണ്ടുവന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ മാതാവെന്ന് ഒരു വഴിക്ക് വിശേഷിപ്പിക്കുകയും പൌരന്മാരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ കടന്നു കയറുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഈ സഞ്ചാർ സാത്തി എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഉപാധിയാണ്. അത് മാത്രമല്ല, സർക്കാർ അത് കൊണ്ടുവന്ന രീതി നിർബന്ധമാണ്. അത് മാത്രമല്ല, ട്രാൻസിറ്റിൽ വിദേശത്ത് നിന്ന് ആരെങ്കിലും ഒരു സെറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. 120 കോടിയോളം വരുന്ന ഫോണുകളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ്. അത് മാത്രമല്ല, ഒരു കാരണവശാലും ഇത് മാറ്റാനും പാടില്ല. ഈ ഉപകരണം ഉണ്ടാക്കുന്ന, ഫോൺ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ലംഘിക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പോലും കഴിയില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒരു നിരീക്ഷണ രാഷ്ട്രം, അതായത് സർക്കാരിന്റെ നിരീക്ഷണത്തിലുള്ള രാഷ്ട്രമാക്കി മാറ്റുകയാണ്. ഇത് അമേരിക്കയിലൊക്കെ ഉള്ള ക്രിമിനൽ പുള്ളികൾ പരോളിന് പോകുമ്പോൾ അവരുടെ കാലിൽ ആംഗിൾ മോണിറ്റേഴ്സ് ഇടും, അതല്ലെങ്കിൽ കോഡറൽ ബെൽറ്റ് ഇടും. യഥാർത്ഥത്തിൽ ഒരു ബ്രെയിൻ ചിപ്പും കൂടി വെക്കുന്നതാണ് ഈ വഴിക്ക് പോവുകയാണെങ്കിൽ അഭികാമ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പെഗാസസ് സംബന്ധിച്ചുള്ള, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് കേന്ദ്ര സർക്കാർ ആ അന്വേഷണവുമായിട്ട് സഹകരിച്ചില്ല. സുപ്രീം കോടതി തന്നെ പറഞ്ഞിരുന്നു, അതായത് കേന്ദ്ര സർക്കാർ ഈ ഒരു കമ്മിറ്റിയുടെ അന്വേഷണവുമായി സഹകരിക്കാത്തത് ദൌർഭാഗ്യകരമാണെന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. അതിനുശേഷം നടന്ന വളരെ അസ്വസ്ഥജനകമായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് ഐഫോൺ യൂസേഴ്സിലേക്ക് അലേർട്ടുകൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾ, ഞങ്ങളുടെ നേതാക്കന്മാര്, ജനപ്രതിനിധികള്, മാധ്യമപ്രവർത്തകര്, അങ്ങനെ നിരവധി ആൾക്കാരുടെ ഫോണുകളിലേക്ക് ഐഫോൺ തന്നെ അലേർട്ട് നൽകി. ആ അലേർട്ട് എന്തായിരുന്നു? അതായത് സ്റ്റേറ്റ് ഏജൻസീസ് നിങ്ങളുടെ ഫോണിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവരുടെ മെസ്സേജിലൂടെയും അതുപോലെ ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ നൽകി. ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് പരാതി നൽകി. അപ്പൊ കേന്ദ്ര സർക്കാർ എന്ത് പറഞ്ഞു? ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്, ഞങ്ങൾ സെർട്ടിൻ, അതായത് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നുള്ള ഒരു സംഘത്തിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പാർലമെന്റിൽ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് ഈ സെർട്ടിന്റെ അന്വേഷണം എവിടം വരെ എത്തി? ഉടനെ പറയാണ്, രഹസ്യമായ ഒരു കാര്യത്തിൽ വിവരം നൽകാൻ കഴിയുന്നില്ല എന്ന്. 2024 മുതൽ തുടർച്ചയായി ഞാൻ നൽകുന്ന ചോദ്യത്തിൽ ഒരു വിവരമില്ല. അന്വേഷണം പൂർത്തിയായോ, പൂർത്തിയായില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവിച്ചത്? അതിനർത്ഥം എന്ന് വെച്ചാൽ സർക്കാർ ഐഫോൺ യൂസേഴ്സിന്റെ ഫോണിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു എന്നുള്ള ആ അലേർട്ട് സത്യമാണെന്ന് മനസ്സിലായി. പെഗാസസ് എന്ന് പറഞ്ഞാൽ വളരെ ചെലവേറിയ ഒരു ഉപകരണമാണ്. അതുപോലെ തന്നെ ഈ ഐഫോൺ കമ്പനിക്കാരൻ അങ്ങനെയൊന്നും ഇവരുടെ ഈ ഇടപെടൽ സമ്മതിച്ചു കൊടുക്കില്ല. ഇപ്പൊ സാംസങ്ങിലും അതുപോലെ തന്നെ മറ്റുള്ള ഫോണുകളിലേക്കൊക്കെ വളരെ യഥേഷ്ടം പ്രവേശിക്കാൻ പറ്റും. ഇപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വളരെ ചെലവേറിയതും ദുഷ്കരവുമായതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ പൌരന്മാര് സഞ്ചാർ സാത്തി എന്ന് പറയുന്ന ആപ്പ് അങ്ങോട്ട് വെച്ചോളൂ. അതിനേക്കാൾ നല്ലത് പൌരന്മാരുടെ തലയ്ക്കുള്ളിലൊരു ചിപ്പ് വെച്ചാൽ പോരെ. അടുത്ത ഘട്ടം അതാണ്, ചിപ്പ് വെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും അപലപനീയമായ കാര്യമാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്, നമ്മുടെ സ്വകാര്യതയ്ക്ക് ഏൽക്കുന്ന വലിയ പ്രഹരമാണ്. 2017 സുപ്രീം കോടതിയുടെ പുട്ടുസ്വാമി കേസിൽ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വകാര്യത എന്ന് പറയുന്നത് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റാണ്, മൌലിക അവകാശമാണ്, പൌരന്റെ മൌലിക അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം എന്ന നിലയ്ക്ക് ഏറ്റെടുക്കേണ്ട കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല, ഇത് ഇപ്പോൾ ഞാൻ ഇന്ന് തന്നെ മന്ത്രിക്ക് കത്ത് കൊടുക്കുന്നുണ്ട്. ആ കത്തിന് റെസ്പോൺസ് കിട്ടുന്നില്ലെങ്കിൽ പാർലമെന്റിൽ ഉയർത്തുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റു വഴികൾ എന്താണെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിരവധി ആൾക്കാരുമായിട്ട് ഏകോപനം നടത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇത് കേവലം എന്റെയോ അല്ലെങ്കിൽ ഏതാനും ആൾക്കാരുടെ കാര്യമല്ല, ഇവിടുത്തെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും. ഞാൻ പറഞ്ഞല്ലോ, 120 കോടി ഡിവൈസസ് ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംവിധാനത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്. എന്തിനു വേണ്ടിയാണിത്? എംപവർമെന്റ്. ആരെ ശാക്തീകരിക്കാൻ വേണ്ടി? എന്തിന് ശാക്തീകരണം? മനുഷ്യന് ജോലി കൊടുക്കില്ല, തൊഴിൽ കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കില്ല, ഇതൊന്നും കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കില്ല, അടിസ്ഥാന സൗകര്യം കൊടുക്കില്ല. അതിന്റെ ശാക്തീകരിക്കലാണ്.
എന്ത് ശാക്തീകരിക്കണല്? അതിനേക്കാൾ നല്ലത് ഓരോരുത്തരുടെ കാലിന്റെ ഈ അമേരിക്കയിലെ ജയിലിൽ നിന്ന് പരോളിന് വിടുന്ന ആൾക്കാരുടെ കണങ്കാലില് ഒരു ആംഗിൾ മോണിറ്ററിംഗ് ഇട്ട് കൊടുക്കും, അവരെവിടെയൊക്കെയാ പോകുന്നത്. പക്ഷെ അപ്പോഴൊരു കാര്യമുണ്ട്, ആ ആംഗിൾ മോണിറ്ററിംഗ് കൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയില്ല, അവരാരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അറിയില്ല, അവരെവിടെയാണെന്ന് മാത്രമേ അറിയുന്നുള്ളൂ. ഇതല്ല, ഇത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ആരുമായിട്ടാണ് സംവദിക്കുന്നത് എന്നുള്ളത്. ഇതിനു കൂടെ മറ്റൊരു അപകടകരമായ ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ ആൾക്കാർ അത് ഗൗരവത്തിലെടുത്തില്ല. അതായത് കഴിഞ്ഞ ദിവസം മറ്റൊരു ഓർഡർ വന്നു. എന്താണ്? അതായത് ടെലിഗ്രാമും അതുപോലെ തന്നെ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ സിം നിർബന്ധമാണെന്ന്. അതായത് അതിനർത്ഥം സിമ്മിലൂടെ കടന്നു കയറണം. ഇതൊക്കെ എവിടുത്തെ നിയമമാണ്? അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ലാപ്ടോപ്പിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ 6 മണിക്കൂർ കഴിഞ്ഞാൽ കട്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ വൈഫൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചാണ് വാട്സപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ. ഈ ഒരു സീരീസ് ഓഫ് ഈ നടപടികളുടെ എല്ലാ സ്വഭാവം പരിശോധിച്ചാൽ ഇന്ത്യയെ ഒരു നിരീക്ഷണ രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയാണ്. പട്ടാള ഭരണത്തിൽ പോലും ഇതുപോലൊരു കടന്നുകയറ്റം ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനിൽ പോലുമില്ല, ജനാധിപത്യമില്ലാത്ത രാജ്യങ്ങളിൽ പോലുമില്ല. യഥാർത്ഥത്തിൽ ഇത് അതിശക്തമായി എതിർക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. നിലവിൽ ഇപ്പം മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ്, ഇഡിയുടെ റിപ്പോർട്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത്, അതിനോടെന്താണ്? ഇപ്പൊ ഇ ഡി ഒരു തമാശ കഥാപാത്രമായിരിക്കുക. എന്താ കാരണം വെച്ചാൽ യഥാർത്ഥത്തിൽ അവർ തന്നെ ചിന്തിക്കേണ്ട ഇങ്ങനെ ഇളഭ്യരാകേണ്ട കാര്യമുണ്ടോ എന്ന്. എന്താ കാരണം വെച്ചാൽ കിഫ്ബി എന്ന് പറഞ്ഞ് 90,000 കോടി രൂപയോളം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ട്, അത് കോൺഗ്രസ് MLA-മാരോ അല്ലെങ്കിൽ BJP നേതാക്കന്മാരോ ജനപ്രതിനിധികളോ ഒക്കെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മുതൽ മുടക്കി ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവത്തിന്റെ ബോർഡിൽ ഒരു നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് എത്രയോ കാലം അവരുടെ അലമാരയിൽ ഇരുന്നു. എന്താ കാരണം? ഒരു ഇലക്ഷൻ വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. യഥാർത്ഥത്തിൽ ഒരു തമാശയായിട്ട് ഇതിനെ കണ്ടാൽ മതി. അത് മാത്രമല്ല, ഇതുപോലുള്ള തമാശകളൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ജനവിഭാഗം ഇന്ത്യയിൽ ഉണ്ട് എന്ന് ഇവർ ചിന്തിക്കുന്നതിലെന്തോ ഒരു അപകടമുണ്ട്. ഇപ്പം ഡൽഹിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ കേസ് ഇ ഡി ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെയുള്ള കേസ് പോരാഞ്ഞിട്ട് വേറൊരു റൗണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയൊരു തമാശയായിട്ടാണ് ഞാൻ കാണുന്നത്.